friends, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബനാന വീറ്റ് കേക്ക് ആണ്. അത് ശർക്കര ഉപയോഗിച്ചാണ് ഞാനിവിടെ കേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 ചെറുപഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ റോബസ്റ്റ്. ഇത് നന്നായി മിക്സിയിൽ വെറുതെ അടിച്ചെടുക്കുക. നന്നായിട്ട് വെള്ളം പോലെ അടിച്ചെടുക്കുക. വെള്ളമോ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം 2.5 കപ്പ് ഗോതമ്പ് പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ള് ഉപ്പും ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം. ആദ്യം അരിച്ചെടുത്ത ഗോതമ്പ് പൊടിയാണിത്. അത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പൊടികളും ഒരുമിച്ച് ഒന്ന് മിക്സായി കിട്ടും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ശർക്കര പാനീയം ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. എല്ലാം ഒരുമിച്ച് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണ്ട. ഞാനിവിടെ 4 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കട്ടകളൊക്കെ ഉടഞ്ഞ് വരുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി ഉടഞ്ഞിട്ടുണ്ട്, കട്ടകളൊക്കെ പോയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 4 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, പിന്നെ ഞാനിത് നെയ്യിൽ വറുത്തെടുത്ത മുന്തിരിങ്ങയാണ്. അപ്പോൾ അതിനായിട്ട് ഉപയോഗിച്ച നെയ്യും ഞാൻ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ എസൻസും ഓയിലൊക്കെ നന്നായിട്ട് അതിൽ മിക്സ് ആവണം. അപ്പോൾ അത്രയും നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബാറ്റർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്കത് 15 മിനിറ്റ് എടുത്ത് വയ്ക്കാം. ആ സമയം നമുക്ക് ഇഡ്ഡലി കുക്കറിലാണ് ഞാനിന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ ഉപ്പ് എടുക്കാം. ഉപ്പിന് പകരം നമുക്ക് മണലും ഉപയോഗിക്കാം. ഞാനൊരു ഉപ്പാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം തട്ടെല്ലാം വെച്ച് നമുക്ക് ഇഡ്ഡലി കുക്കർ മൂടി വയ്ക്കാം. ഇത് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ ഫ്ലെയിം ഫുള്ളിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ബാറ്റർ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കേക്ക് ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ നെയ്യാണ് തേച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം ഓയിൽ തന്നെ അപ്ലൈ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം കുറച്ച് ആട്ടപ്പൊടി എടുത്ത് ഇതുപോലെ ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാം. അതിനുശേഷം മാത്രം നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തട്ടി കൊടുക്കാം. അതിനകത്തുള്ള വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോവാനാണത്. എന്നിട്ട് നമുക്ക് അതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ കാഷ്യൂനട്ട് യൂസ് ചെയ്തിട്ടാണ് അത് ഗാർണിഷ് ചെയ്യണത്. ഇനി നമുക്ക് ഇഡ്ഡലി കുക്കർ തുറന്നതിന് ശേഷം അത് ഇറക്കി വയ്ക്കാം. ഇതിന് മുന്നേ തുറന്ന് നോക്കാനൊന്നും പാടില്ല. നമ്മൾ മൂടി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇപ്പോഴാണ് തുറക്കുന്നത്. ഇനി 45 മിനിറ്റ് നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കേക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമുക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ശർക്കര യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു കളറാണ് ഇതിന് കിട്ടുക. 45 മിനിറ്റ് മാത്രം മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് കിട്ടാൻ. അപ്പോൾ വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇതിൽ വേറെ കെമിക്കലൊന്നുമില്ല. പിന്നെ പഴമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോഴിമുട്ട നമ്മൾ ചേർത്തിട്ടില്ല. അത് നമ്മൾ ഇഡ്ഡലി കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് നേരമൊന്നും നമ്മളിത് മിക്സ് ചെയ്ത് വയ്ക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം പറയണം. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.